നമസ്കാരം, രേണുസതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ, ഈ ഷെഫീന തീർത്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലെ ഞാൻ. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. അങ്ങനെ രേണുസുതിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പുതിയൊരാളും കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. ഷഫീന ബീവിയുടെ ചാനലിനകത്താണ് പുള്ളിക്കാരൻ രംഗത്ത് വന്നത്. എന്തായാലും രേണുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് തോന്നുന്നത്. കാര്യം രേണുവിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ ഒരു പ്രശ്നങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും യൂട്യൂബേഴ്സിനെല്ലാം ജാഗ്രതയാണ്. കണ്ടന്റിന് ഒരു ക്ഷാമവും കാണത്തില്ല രേണു ഉള്ളിടത്തോളം കാലം. എന്തായാലും നമുക്ക് പുതിയൊരാൾക്ക് രേണുവിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഈ വ്യക്തി രേണുവിനെ വെച്ചെങ്ങാണ്ട് ആൽബം അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരനുണ്ടായ മോശം അനുഭവത്തെ പറ്റിയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. സ്ഥിരം എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ഇടരുത് എന്ന് തന്നെ ഞാൻ 15 വട്ടം പറഞ്ഞു ഷൂട്ടിന് ഇടയ്ക്ക്. 28, 29 ടേക്ക് ആയിട്ട് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. ഞാൻ ഒരു കാര്യം പറയട്ടെ, രേണു ഒരു മഹാനടിയല്ല. രേണു ഒരിക്കലും ആ ഒരു കഴിവും കൊണ്ട് കയറി വന്നൊരു വ്യക്തിയൊന്നുമല്ല. രേണു കൊല്ലം സുധി എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു ഫെയിമിലാണ് രേണു ഇത്രയും നാൾ പിടിച്ചു ചെയ്യുന്നത്. അപ്പോൾ ഈ രേണുവിനെ വെച്ചിട്ട് ഈ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആൽബത്തിനോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിനോ ഒക്കെ വിളിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, രേണു ഒരു മഹാനടിയൊന്നും അല്ല. മനസ്സിലായ? നിങ്ങൾക്ക് നെഗറ്റീവ് റീച്ച് വേണമെങ്കിൽ രേണുവിനെ വിളിക്കാം, അല്ലെങ്കിൽ വല്ല പാട്ട് പാടാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണെങ്കിൽ പിന്നെ പുള്ളിക്കാരത്തി ചെയ്യും. അല്ലാതെ പുള്ളിക്കാരത്തി ഒരു മഹാനടിയാണ് ഒറ്റ ടേക്ക് തന്നെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. അതിനകത്ത് ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരുമോ? നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാ പിന്നെ നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വീട്ടിൽ കിണർ ഒഴിക്കാൻ ഒരാളെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അയാൾ ബൈക്കോട്ട് വന്നിട്ട് ഒന്ന് കുത്തി കാണിച്ചു തരുമെന്ന് പറയൂ. നിങ്ങൾ വണ്ടി ഓടിക്കാനാണ് പറഞ്ഞത്. രേണു ഒരിക്കലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആക്ടർ അല്ല. മനസ്സിലായില്ലേ? ഇവിടുത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല. ഇതിനൊന്നും ഞാനൊന്നും പറയുന്നതൊന്നുമില്ല. അതിനകത്ത് നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. കാര്യം ആ സ്ത്രീ അങ്ങനെയാണ്. കാര്യം ഇങ്ങനെയുള്ള കുറേ റീച്ചിന് വേണ്ടിയിട്ട് കുറേ കോമാളിത്തരങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ കാണിച്ചിട്ട് അവർക്ക് ശീലമുള്ളൂ. ഇനിയാണ് നമ്മുടെ പ്രധാന വിഷയങ്ങൾ വരുന്നത്. അതിനകത്തോട്ട് പോവാം. ആളെ വിളിച്ചാൽ ഒന്ന് ഓടിച്ചു തരുമോ എന്ന് പറയുമോ? ആരെങ്കിലും പറയുമോ? പണി അറിയണം. ഇനി അറിയില്ലെങ്കിൽ അഹങ്കാരമല്ലാതെ പഠിക്കാനുള്ള മോളതയോട് കൂടി നിൽക്കണം. അതൊരിക്കലും പറയില്ല. അഹങ്കാരം ഒന്നും ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഞങ്ങളുടെ ബ്ലഡിലുള്ള കാര്യമാണ്. വീട് തന്നവരെ തന്നെ ഞങ്ങൾ തെറി വിളിച്ചില്ലേ? അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. കാര്യം പഠിച്ചതേ പാടാൻ പറ്റൂ. സഹകരണം വേണം. എനിക്കും ഇത് വലിയ കാര്യത്തിൽ അറിയില്ല. നമ്മളിതൊന്നും കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. ഈ മദ്യപിക്കുന്ന പിക്ചർ വല്ലതും മദ്യപിക്കുന്ന നമ്മുടെ കൂടെ മദ്യപിച്ചില്ല. നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം മദ്യവെക്കുന്നതിനകത്ത് തെറ്റൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ മദ്യവെച്ചിട്ട് നമ്മൾ എങ്ങനെ പെരുമാറുന്നത് എന്നാണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം. പ്രധാനമായിട്ട് നമ്മളൊരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അതിനിപ്പോൾ എന്ത് അപരാധം ആയിക്കോട്ടെ, അത് നമ്മൾ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. അല്ലാതെ വെള്ളം അടിച്ചിട്ട് അവിടെ കിടന്ന ചീത്തവിളിയും വാളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയുള്ളൊരു പരിപാടിയല്ല. അത് ഭയങ്കര ചെറ്റത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും അതിനകത്തോട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്. ഇവരുടെ കൂടെ പോയി വന്ന് മദ്യം തന്നെയാണ് അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മണമൊന്നുമില്ല. പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങുകയാണ് റൂമിൽ നിന്ന്. ഒരു കാര്യം മനസ്സിലാക്കിക്കണം, ഇതൊക്കെ വളരെ സീരിയസ് വിഷയമാണ്. പിന്നെ അത് പുള്ളി പറയുന്നത് രേണു മദ്യമാണ് അടിച്ചതെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, മണമൊന്നുമില്ല. പക്ഷേ ആൾ ഭയങ്കര ഫിറ്റാണ് എന്നുള്ള രീതിയിൽ. അപ്പം വേറെ എന്തെങ്കിലും സാധനം ഈ രേണു യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള എവിഡൻസും തെളിവും ഇല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ രേണുവിന് കേസ് കൊടുക്കാൻ പറ്റും 100%. അതും കൂടി ഞാൻ പറയാം. പിന്നെ ഈ പുള്ളിയുടെ കയ്യിൽ കുറച്ച് എവിഡൻസ് ഒക്കെ ഉണ്ട്. അവിടെ കിടന്ന് ചീത്ത വിളിക്കുന്നതും ബഹളം വയ്ക്കുന്നതൊക്കെ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ എത്ര കണ്ടു കഴിഞ്ഞാലും പഠിക്കത്തില്ല. മനസ്സിലായില്ലേ? ഇവരൊക്കെ പറയാം, അയ്യോ രേണു സൂപ്പർ, പാവമല്ലേ, ആ കുട്ടി ചെയ്തോട്ടെ, ആ കുട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. എങ്ങനെയും ജീവിക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു അന്തസ്സില്ലേടേ. ഇങ്ങനെയൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? ഇവരെ പറ്റി ഇപ്പോൾ എത്രാമത്തെ ആൾക്കാരാണ് വന്ന് കംപ്ലയിൻറ്റ്സ് പറയണത്. ഈ അടുത്ത് ഏതൊരു പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ട്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്ന ഓരോന്ന് സംസാരിക്കുക. ഇവർക്ക് മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. 1 2 ഒക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ. ഇത് കണ്ടിന്യൂസ്ലി ഓരോ മനുഷ്യരിങ്ങനെ ഇവരെ പറ്റിയിട്ട് ഇങ്ങനെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്. അവരുടെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ലാണ്. എന്നിട്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കുകയാണ്. അത് രസം. ഇവൾ ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാരെടുത്തിട്ടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ.
അവന്മാർ ജീവിക്കുന്നത് തന്നെ രേണുസുതിയെ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? രേണുസുതി എവിടെ പോയി കഴിഞ്ഞാൽ അവരുണ്ട്. ഇനിയിപ്പം രേണുസുതിയായിട്ട് അവരെ വിളിച്ചില്ലെങ്കിൽ പോലും രേണു അവരുടെ നമ്പർ വേറെ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കും. അതായത് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ ഒന്ന് വിളിക്കണേ, അവരെങ്ങനെങ്കിലും വിളിച്ച് വരുത്തണേ എന്ന് രേണുസുതി നിർബന്ധിക്കും. മനസ്സിലായ? അപ്പം അപ്പം അങ്ങനെയൊക്കെ രേണുവിന് സഹായം ചെയ്യുന്ന ആൾക്കാർ രേണുവിൻ്റെ നെഗറ്റീവ് സാധനങ്ങൾ വെളിയിൽ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്, രേണു തന്നെ പറഞ്ഞു കൊടുക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇവർ ചോദിക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഇങ്ങനെയുള്ള അപരാധം പിടിച്ച ക്വസ്റ്റ്യൻസ് ഒന്നും കേട്ടോണ്ടിരിക്കത്തില്ല. കാര്യം അത് ഞാനായിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ, സോഷ്യൽ മീഡിയയിൽ തന്നെ കിടപ്പുണ്ട് കുറേ സാധനങ്ങൾ. കറിയുമാരാണല്ലോ കൊണ്ടുപോയി ഈ കോലത്തിലാക്കിയത്. ഉമ്മാരെടുത്താൽ എന്തായിരിക്കും ഇവരെങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാഞ്ഞ്? സാധാരണ മുക്കിയാലും മുള്ളിയാലും എടുക്കുന്നതല്ലേ. അമ്മ പ്രസവിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്, അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ആക്കില്ല, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈ കെട്ടിക്കാം, ഒന്നും വേണോന്ന് ചോദിച്ചിട്ടില്ല. അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. എന്തെങ്കിലും വേണം. എന്താ അവര് നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാന്? ഞാൻ പറഞ്ഞത് എന്താ എടുക്കാന്? നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഒരു ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു എന്ന് തെളിയിച്ചാൽ പരിപാടി നിർത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, പുള്ളി ഒരു രീതിയിലും മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷേ രേണുവാണ് അവിടെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ വർക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ ചെല്ലുന്ന സമയത്ത് എനിക്ക് ഇന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെ ഇന്ന രീതിയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പിന്നെ വാക്ക് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നമാവും. ഓൾറെഡി വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വീണ്ടും എടുത്ത് പറയാവേ, രേണുവിൻ്റെ വായും കൊണ്ട് തന്നെ ഈ പറയുന്ന ഷൂട്ടിൽ വരുന്നതിന് മുന്നേ, അതായത് ഞാൻ ഇന്ന ഡ്രസ്സ് ധരിച്ചോളാം, പിന്നെ ഇന്ന സീൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം രേണു അതിനെല്ലാം ഓക്കെ പറഞ്ഞതാണ്. എന്നിട്ട് രേണു അവിടെ ചെന്നപ്പോഴത്തേക്ക് നേരെ രേണു പ്ലേറ്റ് അങ്ങ് മാറ്റി. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ മാറ്റി എന്നാണ് പറയുന്നത്. ഇതിപ്പം രേണു അല്ല, വേറെ ഏത് സ്ത്രീകളായി കഴിഞ്ഞാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. പക്ഷെ നമ്മൾ വാക്കുകൾ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഓരോന്ന് പറയണ്ടേ ആലോചിക്കണം. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും നമുക്ക് ബാക്കിയുടെ കേൾക്കാം. സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല, ഇവര് മാത്രമേ വരാറുള്ളൂ. ഇവര് വീട്ടിൽ നിന്ന് വേറെ ആരും വരാറില്ലേ? മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്. മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ ആവട്ടെ, അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി വൈകിട്ടോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാനായി ചിലപ്പോൾ. പക്ഷെ താമരശ്ശേരിയാണ്, അങ്ങനത്തെ വിഷയം. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അവർ വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങി പോയതല്ല, അവര് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും ബേസിൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഈ ചെയ്യുന്ന ആൽബം ജനങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങൾ നോക്കിയോ? ഒരിക്കലുമില്ല. അവർ രേണുവിനെ വെച്ചിട്ടുള്ള കുറച്ച് അപരാധങ്ങൾ മാത്രമേ അവർ വെളിയിലോട്ട് വിടത്തുള്ളൂ. ഞാൻ എവിടെയും കണ്ടിട്ടില്ല രേണു അഭിനയിക്കുന്ന കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബേഴ്സിനെയും. അവരെല്ലാവരും ഇങ്ങനെ ചുറ്റിനും ക്യാമറയും കൊണ്ട് നിൽക്കുകയാണ്. അതായത് ആ ആൽബം വെളിയിൽ വരുന്നതിന് മുന്നേ തന്നെ അതിനകത്തുള്ള സീൻസും കാര്യങ്ങളെല്ലാം ഓൾറെഡി അങ്ങ് പബ്ലിക്ക് കാണുക. മനസ്സിലായ? ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്. അതിനകത്ത് രേണുവിനെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല, നിങ്ങൾക്കും കൂടി നിയന്ത്രിക്കാം. നിങ്ങളതൊന്നും നിയന്ത്രിക്കാതെ ആ സമയത്ത് അതൊന്നും ചെയ്യാതെ പിന്നെ വന്നിരുന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ബിക്കോസ് നിങ്ങൾ കാശ് മുടക്കുന്ന സാധനമാണ്. അതിൻ്റെ റൈറ്റ്സിൻ്റെ അവകാശം നിങ്ങൾക്കാണുള്ളത്. അല്ല നാട്ടിലുള്ളവരെ മൊത്തം വിളിച്ചിട്ട് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് യൂസ് ആണുള്ളത്? സോ അതിനകത്ത് നിങ്ങളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. മനസ്സിലായില്ല? അത് രേണുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കർശനമായിട്ട് പറയാം. അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല? അത് നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ ഇവരെ കുറേ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എൻ്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണേലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാ, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എൻ്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കലെന്ന്. അവർ സമ്മതിച്ചിട്ടുണ്ട് പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നായികനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന്. അതൊക്കെ പറയട്ടെ, ആരാന്ന്? അതൊക്കെ ആരാ സെറ്റിൽ നിന്നാണ് കൊണ്ടുപോയെന്ന് പറയട്ടെ.
അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവരിപ്പോ ചെയ്തിട്ടുള്ളൂ, വേറെ ആരോട് ചെയ്തു? ദാസന്റെ കൂടെ ഒക്കെ ചെയ്തതല്ലേ ഉള്ളൂ. എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുണ്ട്, അവര് സ്ത്രീയാ. ഇവരൊന്നും വേണ്ട. ആ 2 വില്ലയിലും വ്യക്തമായിട്ട് CC ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നതും ഇവരെന്നോട് ഞാൻ ചോദിക്കുന്ന മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ നിങ്ങളും കൂടി എടുത്തിട്ടാ. ഇവർ 21-30 ഇടുന്നോടത്ത് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആൾക്കാർക്ക് കാണാൻ പാടാവില്ലേ? ഇനി ഇട്ടോട്ടെ, ആർക്ക് വേണ്ടിയാലും ചെയ്യുന്നത്. അതാണ് ഈ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പറയണം. അല്ലാതെ അവസാന നിമിഷം എല്ലാം നഷ്ടപ്പെട്ടിട്ട് വന്നിരുന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ആദ്യമേ നിങ്ങൾ പറയണം. നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഒന്നുമില്ല. സാധാരണ ഇങ്ങനെയുള്ള സിനിമകളിലോ ഈ പറയുന്ന ഷോർട്ട് ഫിലിമിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിനയിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കോൺട്രാക്റ്റ് ഒക്കെ വെക്കുന്നതാണ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇല്ലേ. ഇതിപ്പം രേണുവിന് ഫുൾ സ്വാതന്ത്ര്യം കൊടുത്ത രീതിയിലാണ്. അപ്പോൾ രേണുവിന് അതേതൊക്കെ വന്ന് ബിഹേവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം അങ്ങ് മാറ്റി വയ്ക്കും. രേണുവിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഏകദേശം ആൾക്കാർക്ക് പിടികിട്ടിയല്ലോ. അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്, എന്തായാലും നമുക്കൊന്ന് കാണാം. അതെ നമ്മളതിന് മെസ്സേജ് കേട്ടാൽ നമ്മൾ ഞാൻ കേട്ടില്ല. കേട്ടാലും അങ്ങനെ വിളിച്ചു പറയണത്. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴേ പാർട്ടിയിൽ ചെയ്ത് ഞാനിത് പാർട്ടിയിൽ ഡാൻസ് കളിച്ചൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞത് ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളമില്ലേ? ഞാൻ കേട്ടതെല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കുവാ, അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? ചെയ്താ പോരെ. ഇവരെ വെച്ചാൽ ഞാൻ ഇത്രയും വീഡിയോക്കാരെ എനിക്കറിയാം. ഇവരെ വെച്ചാൽ ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? അത് പറ, എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാ പോലെ എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഷോപ്പ് പറഞ്ഞു? അതായത് ലിപ് ലോക്കിൻ്റെ കേസ് രേണു സുധി ഓക്കെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പം ആ പുള്ളി പറയുന്നുണ്ട് ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി വോയിസ് അയച്ചതാണ്, ആ വോയിസ് നിങ്ങൾ കേട്ടിട്ട് ഓക്കെ പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. രേണു പറയുന്നത് ഞാനത് കേട്ടിട്ടേ ഇല്ല എന്ന്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ എല്ലാവിധ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറൊരു കാര്യം. എന്നിട്ട് ഈ കോസ്റ്റ്യൂമിൻ്റെ കേസ്, കോസ്റ്റ്യൂമും കംഫർട്ടബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഞാൻ ഷഫീന ബേബി ഇട്ട വേറൊരു വീഡിയോയും കൂടെ ഞാനിവിടെ കാണിച്ചു തരാം. അതിനകത്ത് പുള്ളിക്കാരത്ത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഡ്രസ്സിന്റെ കാര്യം ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അടുത്ത വർത്തമാനം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സാധനം, ആ ഡ്രസ്സിന്റെ പിക്ചർ, അത് ഉൾപ്പെടെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെ അവളുടെ കമന്റ് കണ്ടോ? ഇതൊക്കെ സെറ്റ് എന്ന് മാത്രമല്ല വോയിസിൽ കൂടെയും ഓക്കെ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കിട്ടുകയാണെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പറ്റൂ, നേരത്തെ ഇതൊക്കെ കിട്ടിയാലേ ഷേപ്പ് ചെയ്യാൻ പറ്റൂ എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഇവള് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണെന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ വെക്കുന്നത്. ഇവരുടെ വാട്സപ്പ് ചാറ്റാണ്, ഇവരും അദ്ദേഹവും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റാണ്. അപ്പോ ഹീൽസിന്റെ സൈസ്, ചപ്പലിന്റെ അത് ചോദിക്കുകയാണേ, ഹീൽസിന്റെ സൈസ് 36 ആണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഹീൽസിന്റെ സൈസ് അപ്പൊ അതനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1000 അണ്ടറിലുള്ള ഒരു ഷൂസ് ആണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനാണ് 35,000 രൂപ ഇട്ടെന്ന് തള്ളി അങ്ങോട്ട് മറിച്ചത്. അപ്പൊ തെറികളവി ഇങ്ങനെ പല നുണകളും പറയും. കണ്ടല്ലേ, ഇത് രേണു തന്നെ ഇതെല്ലാം സമ്മതിച്ചിട്ട് പിന്നെ ഈ വാക്ക് മാറുന്ന എന്തിനാ? പിന്നെ ലിപ് ലോക്കിൻ്റെ കേസൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതായത് അവരുടെ തീരുമാനം, അതായത് അവരാണത് തീരുമാനിക്കേണ്ടത്, ചെയ്യണോ വേണ്ടയോ എന്ന്. അത് രേണുവിന് കംഫർട്ടബിൾ അല്ലെങ്കിൽ രേണു അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല കംഫർട്ടബിൾ ആണെങ്കിൽ ചെയ്യുക, അത് വിഷയമില്ല. അപ്പോൾ അതിനൊന്നും നമുക്ക് കുറ്റം പറയാനോ കടന്ന് ചീത്ത വിളിക്കാനോ പറ്റത്തൊന്നുമില്ല. പക്ഷേ ഈ ഡ്രസ്സിൻ്റെയൊക്കെ കേസ് കണ്ടില്ലേ, ഡ്രസ്സിൻ്റെ കേസിനകത്ത് പുള്ളിക്കകത്ത് വളരെ വ്യക്തമായിട്ട് ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഷേപ്പ് ചെയ്യാൻ പറ്റത്തോളം എന്നൊക്കെ. പിന്നെ അതേ കണക്ക് തന്നെ ഈ മറ്റേ ഹീൽസിൻ്റെ കണ്ട കാര്യം, എന്തുകൂടെ ഇത് 37,000 രൂപയാണ് ആ ചെരുപ്പെന്നും പറഞ്ഞിട്ട് ഇവരെന്തെല്ലാം ഷോയാണ് കാണിച്ചത്, സ്പോൺസറാണ് അതായതാണെന്നൊക്കെ. അതാ പറഞ്ഞ പച്ചക്കള്ളമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ രീതി അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് മാക്സിമം റീച്ച് ഉണ്ടാക്കുക, ആ സാധനമാണിത്. ഇല്ലാത്ത സാധനം ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ പെരുപ്പിച്ച് കാണിക്കുക. എന്തിനാണ് അവരിങ്ങനെ കാണിക്കുന്നത്? ഇതിനെ പറ്റിയിട്ടല്ലേ ഞങ്ങളൊക്കെ വന്നിരുന്ന് കുറ്റം പറയുന്നത്. അല്ലാതെ ഇവരെ പറ്റിയിട്ട് വേഷവിധാനത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇവർ ഈ വെള്ളം അടിക്കുന്നതിനെ പറ്റിയിട്ടോ ഒന്നും ഞാൻ വന്ന് പറയേണ്ടതൊന്നുമില്ല. ഇപ്പം തന്നെ ഈ ലിപ് ലോക്കിൻ്റെ കേസിനകത്ത് എനിക്ക് വലിയതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് എനിക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല.
പുള്ളിക്കാരത്തി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ പറയുന്ന അവർക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷനായിട്ട് രേണുസുതി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. രേണു ഒരുപാട് ആരോപണങ്ങൾ തുടരെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതിൽ ഒരുപാട് ആരോപണങ്ങൾ, രേണു അതിൽ ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക്, ഞാനും കുറച്ച് ആൾക്കാരോട്, നമ്മളെ മീഡിയക്കാർ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന, വിപിൻലാൽ എന്ന് പറഞ്ഞ ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഈ ഡയറക്ടർ ആയിരുന്നു. കുണുങ്ങി എന്തോന്നടേ ഇത്, എന്തോ ഒരു പേരോ. രേണുവിനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നിങ്ങളൊക്കെ സ്വന്തമായിട്ട് ചിന്തിക്കും, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കൊക്കെ നേരിടേണ്ടി വരുമെന്ന്. രേണുവിന് ഒരു മനുഷ്യരോടെ ഒരു ആത്മാർത്ഥം ഇല്ലാത്ത വ്യക്തിയാണ്. രേണു ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഫിറോസിക്ക, പിന്നെ നമ്മുടെ അച്ഛൻ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സഹായിച്ചിട്ടേ ഉള്ളൂ, ഇവരൊരു ദോഷവും ചെയ്തിട്ടില്ല. എന്നിട്ട് അവർക്കൊക്കെ എന്തോ കിട്ടിയത്. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ, 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ആര്, ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15 20 ഒന്നും അയച്ചു തന്നിട്ടില്ല, എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നില്ല. ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം. ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രേണു, ഞാൻ ആ കോൺവെർസേഷനിൽ എവിടെയും നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യത്തുള്ളൂ, അതായത് ഞാൻ ആ ഒരു ഡ്രസ്സ് ധരിക്കത്തുള്ളൂ എന്ന് നിങ്ങൾ എവിടെയും പറയണ്ടില്ല. ഞാൻ ആ ചാറ്റിനകത്ത് എങ്ങും കണ്ടിട്ടില്ല. ഷഫീന ബീവി വളരെ വ്യക്തമായിട്ട് ആ ചാറ്റ് എടുത്ത് വെളിയിലിട്ടിട്ടുണ്ട്. ഇനി ആ ചാറ്റിനകത്ത് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. അവർക്ക് കൊടുത്ത സാധനമാണ് അവരെന്തായാലും പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിച്ചേക്കുന്നത്. അതിനകത്തൊക്കെ ഞാൻ കണ്ടില്ല. ഇനി രേണുവിൻ്റെ ഭാഗത്ത് എവിഡൻസോ തെളിവോ ഉണ്ടെങ്കിൽ കാണിക്ക്. തീർച്ചയായിട്ടും നമ്മൾ രേണുവിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കും. ശരി. അപ്പം റാസൽ ഗെയിമിൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രമോഷന് പോകുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രമോഷൻ കഴിയുമ്പോഴത്തേന് 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോൾ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും. ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല, ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി, തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ പിന്നെ ഇത്രയും പൈസയും മുടക്കി ഷഫീന ബീവിക്ക് വേണ്ടി കൊട്ടേഷൻ എടുക്കാൻ പോകുന്ന ആരുടെ ഏത്? നിങ്ങൾക്ക് സത്യം പറഞ്ഞ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട്? നിങ്ങളുടെ കണ്ടന്റ് സോഷ്യൽ മീഡിയ കാണുന്നത് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാശ് മുടക്കി നമ്മളൊക്കെ ആരെങ്കിലും ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുമോ? അല്ലെ നിങ്ങൾക്ക് ഇങ്ങനെ പണി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യും സംസാരിക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത് 2 പേരുടെ ഭാഗത്തും ഉണ്ട്. നിങ്ങളെ മാത്രം ഒന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല, അയാളുടെ ഭാഗത്തും ഉണ്ട്. ഇതൊക്കെ അയാൾ ചെയ്യുന്നതിന് മുന്നേ അയാളും ചിന്തിക്കണമായിരുന്നു. വീട്ടിൽ പോയ തീർത്താത്ത അതുപോലെ ഇപ്പൊ പലരെയും വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. ഞാൻ അങ്ങനെ ആ ഇവരുടെ വീട്ടിൽ ചെന്ന്, വിപിൻലാൽ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്റെ വീട്ടിൽ ഞാൻ ചെന്നപ്പം ഇവന്റെ വൈഫും ഉണ്ട്. ഇവര് എനിക്ക് ഡ്രസ്സ് എടുത്തപ്പോ ഞാൻ ഇട്ട് കംഫർട്ടബിൾ ആണോ, ഞാൻ എന്തായാലും കംഫർട്ടബിൾ ആണോ നോക്കി ഫോട്ടോ എടുത്തു. കാരണം എനിക്ക് അറിയണം. ഞാനിപ്പോ നോക്കിയപ്പോ എനിക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിത് കംഫർട്ടബിൾ അല്ല. എന്നിട്ട് പോലും ഇവര് സീൻ പറയുന്നില്ല. ഇവര് പറഞ്ഞു ഒരു പാർട്ടി വെയർ ആണ്, പാർട്ടിക്ക് ഡാൻസ് കളിക്കണം. ഓക്കെ ശരി. എന്റെ മീഡിയക്കാർ നിങ്ങൾക്കറിയാം, കുറച്ച് പേരാണെങ്കിൽ എന്റെ സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ അങ്ങനെയാണ്, എന്റെ ബ്രദർമാരും എന്റെ ചേച്ചിമാരുമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അങ്ങനെയാണ്. കാരണം അവരന്നുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെ ഇവന്മാരെന്നെ കൊന്നു കുളിച്ചു മൂടിയാന്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു റിസോർട്ടിൽ അരങ്ങേറിയത്. സത്യം പറയാലോ, നമുക്ക് അങ്ങനെയൊന്നും അല്ല കണ്ടിട്ട് തോന്നിയത്. രേണു ഒട്ടും മോശമല്ലായിരുന്നു. രേണുവിൻ്റെ ബഹളം മാത്രമേ അവിടെ കേൾക്കുന്നുള്ളൂ. കൂടെയുള്ള ഒരു മനുഷ്യരുടെ ബഹളം ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. എന്തായാലും ബാക്കിയുടെ കാണാം. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന തോന്നടേ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. രേണു കുറേ ഇങ്ങനെയൊക്കെയുള്ള സീനുകൾ അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ ദാസേട്ടനുമായിട്ടൊക്കെയുള്ള കുറച്ച് വിവാദമായിട്ടുള്ള കുറച്ച് സീനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പം രേണു ഇങ്ങനെയുള്ള സീനുകളൊന്നും അഭിനയിക്കത്തില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തൊന്നുമില്ല.
പിന്നെ വേറെ ആരോടെ ചെയ്യണം ചെയ്യണ്ട എന്ന് രേണുവാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യണോ വേണ്ടോ എന്ന് അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിനകത്ത് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവരെ നിർബന്ധിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്തൊരു കോൺട്രാക്റ്റോ എഗ്രിമെൻറ്റോ ഒന്നുമില്ല. വാട്സാപ്പിൽ ഒരു സാധനം അയച്ചു കൊടുത്തു ഓക്കെ പറഞ്ഞതല്ലാതെ വേറെ എന്ത് എഗ്രിമെൻ്റാണ് ഇരിക്കുന്നത്? എന്തിനാണ് ഇത്രയും തോന്നിവാസങ്ങൾ കാണിക്കുന്നത്? ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ മാർക്കറ്റ് ചെയ്തിട്ട് എന്ത് തേങ്ങ കിട്ടാനാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിലും ഭേദം വേറെ ഏതെങ്കിലും ഈ നല്ല എസ്മ സീരീസ് ഉണ്ട്, ആ എസ്മ സീരീസ് വേറെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞ പറ്റൂല ചേട്ടാ പ്ലീസ് എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവര് ചായ പോലും പച്ച വെള്ളം പോലും ഇവര് തരാതാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ സംഭവം നേരെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് രേണു പറയുന്നതാണോ സത്യം അതോ അയാൾ പറയുന്നതാണോ സത്യം എന്ന് നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുക. പക്ഷേ പുള്ളിയുടെ കയ്യിൽ ഈ കുറച്ച് എവിഡൻസ് ഉണ്ട്. അതായത് രേണു ഈ പറയുന്ന ദുബായിലായിരുന്ന സമയത്ത് സമ്മതിക്കുന്നതായിട്ട്, ഞാൻ ഇന്ന സീൻസൊക്കെ ചെയ്തോളാം എന്ന് സമ്മതിക്കുന്നതായിട്ടുള്ള പ്രൂഫ് ഉള്ളിടത്തോളം കാലം നമ്മൾ ആരെയാണ് കുറ്റം പറയേണ്ടത്? എനിക്ക് ഇതൊന്നും അല്ല. എനിക്ക് ആ ആൽബത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴായി ഇത്രയും ഗതികെട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾ? ഈ സ്ത്രീ സത്യം പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയില്ല ഇവർക്ക് എന്തൊക്കെ ചെയ്യണമെന്ന്. ഇവർ ഏത് രീതിയിൽ ഫേമസ് ആവണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണിത്. അപ്പോൾ ഇവരെ നമ്മൾ ഇനി എത്ര ഉപദേശിച്ച് കഴിഞ്ഞാൽ ഇവർ നന്നാവാനും പോകുന്നില്ല. കൂട്ടിക്കൂട്ടി ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചത് അതിട്ടാണ് തിരിച്ചു വന്നത്. ഒരു മദ്യവും കഴിച്ചിട്ടില്ല, മയക്കുമരുന്നും കഴിച്ചിട്ടില്ല. ഞാൻ മദ്യം കഴിക്കുന്നത് ഞാൻ ആകെ കഴിക്കുന്ന വല്ലപ്പോഴുമാണ്. എന്റെ കുടുംബക്കാർ കസിൻസിനോടൊപ്പം വല്ല ക്രിസ്മസിന് കഴിക്കുക, അല്ലെങ്കിൽ ദുബായിൽ വല്ലതും പോകുമ്പോഴത്തേനും ഞാൻ കഴിക്കുന്നതല്ലാതെ എനിക്കിത് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അന്നത്തെ ദിവസം മദ്യം കഴിച്ചത്. എന്നിട്ട് അടുത്ത് ഇവൻ പറഞ്ഞ അടുത്ത സീൻ, ഈ വിപിൻലാൽ എന്ന് പറഞ്ഞ ഇവൻ പറഞ്ഞ അടുത്ത സീൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്യം കഴിച്ചിട്ട് അഭിനയിച്ചിട്ട് ഇയാളെ പിടിച്ച് ദേഹത്തോട്ട് ചേർത്തിട്ട് ഉമ്മ വെക്കണം, ഇയാളെ ഇങ്ങനെ തലയിലെ മുടി അഴിക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേട്ടാ. അപ്പോഴും ഈ മീഡിയക്കാര് എന്റെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള മീഡിയക്കാരെ വെളിയിൽ ഇവരൊന്നും അറിയുന്ന പോലുമില്ല. സീൻ പറഞ്ഞു തരും. ശരി, ഞാനൊരു കാര്യം ചെയ്യട്ടെ. രേണു ഇങ്ങനെയൊക്കെയുള്ള സീൻസിലൊക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയല്ലേ? നമ്മൾ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ രേണു ഒട്ടും കംഫർട്ട് അല്ലാതെ മാറി എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അതിൻ്റെ ഒരു വ്യക്തമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്താൽ നന്നായിരിക്കും. ആ പുള്ളി പറയുന്നത് ഏറ്റിട്ടാണ് വന്നത്, ഏറ്റിട്ട് വന്നിട്ട് കാല് മാറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനകത്ത്, ആര് പറയുന്നതാണ് ന്യായം, ആര് പറയുന്ന ആണ് കള്ളമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഓർത്തെ ഇവൻ എന്നിട്ട് ഇവരെ ഈ മീഡിയക്കാരെ വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. പ്രമോഷന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത് ഇവൻ തന്നെയാണ്. എന്നോട് നമ്പർ വെച്ചപ്പോൾ എനിക്കറിയാവുന്ന 2-3 പേരുടെ നമ്പർ ഞാൻ കൊടുത്തു. ഇവൻ വിളിച്ചു വരുത്തിയത് പ്രമോഷന് വേണ്ടി വിളിച്ചു വരുത്തിയ ഇവനാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അയാൾക്ക് നമ്പർ ഇട്ട് കൊടുത്തത്. അതിന് ആ വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു മീഡിയക്കാരനെ വിളിക്കണം, പ്രത്യേകം നിങ്ങൾ പറയുന്നുണ്ട് അയാളെ വിളിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ആൽബം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ചുരുക്ക് പുള്ളിക്കാരനുണ്ട്. അത് പുള്ളി നൈസായിട്ട് അങ്ങ് തീർത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്ന് പുള്ളി വിളിച്ച് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ക്ലാരിറ്റി എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മാത്രമേ അറിയാം. അല്ല ഇതിൽ കൂടുതൽ ഇനി ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി. അതില് ഒരുപാട് ആരോപണങ്ങൾ, രേണു അതില് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോടാണ്, നമ്മളെ മീഡിയക്കാരെ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻലാൽ എന്ന് പറയുന്ന ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഈ സാധനം ട്വിസ്റ്റ് ചെയ്തിട്ട് ഷെഫീന ബീവിയുടെ തലയിലോട്ട് കൊണ്ടുവന്നിട്ടല്ലേ. ഷെഫീന ബീവിയൊക്കെ പുള്ളിക്കാരൻ അങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്തത് ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ലാതെ ഷെഫീന ബീവിക്ക് ഇത് ആരാണെന്ന് പോലും അറിയത്തില്ല. എന്തിനാണ് നിങ്ങൾ ഈ വിഷയങ്ങൾ വളച്ചൊടിക്കുന്നത്? നിങ്ങളൊക്കെ എല്ലാവരും കൂടെ കാട്ടിക്കൂട്ടിയ കുറച്ച് അപരാധത്തിന് ബാക്കിയുള്ളവരുടെ തലയിലോട്ട് കൊണ്ടുവന്നിടുക. ഇത് എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യാം, ഞാൻ ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞ് ഏറ്റിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പം എന്ത് പറയാനാണ് അതിനകത്ത്? ഇത് വീഡിയോ ചെയ്യാതിരിക്കുന്ന എല്ലാവരും മേ ബി കൺഫ്യൂസ്ഡ് ആയിരിക്കും. എന്ത് പറയണം ഈ വിഷയത്തിലെന്ന് പോലും അറിയാൻ വയ്യ. എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ. 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15-20 ഒന്നും അയച്ചു തന്നിട്ടില്ല.
എനിക്ക് അഡ്വാൻസ് അയച്ചു ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതെന്റെ രേണു. അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതില്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിൻലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ അപ്പം ദാസേട്ടനും പ്രതീഷും ഒക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് അവരുടെ കംഫർട്ടബിൾ നോക്കിയിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല ഇനിയിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഇതിനകത്ത് വലിയ പ്രയോജനമില്ല. അപ്പോൾ ഇനിയെങ്കിലും പൈസ മുടക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കുക. പ്രത്യേകിച്ച് രേണുവിനെ വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന ആൾക്കാരോടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ചെയ്യാൻ പോകുന്ന ആൾക്കാരോടാണ് എഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കി ഈ സ്ത്രീയും കൊണ്ട് നിങ്ങളെ സൈൻ ചെയ്യിപ്പിക്കുക. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അവർ ഫോണിൽ കൂടെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവർ വന്നിട്ട് സമ്മതിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈ വളർത്താനേ പറ്റത്തുള്ളൂ. ഇത്രയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ തോന്നുന്നത്. ഇനി ഇന്ന് രാവിലെ രേണു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ അവിടെ കാണിക്കാം. നമസ്കാരം, രേണുസതിയാണ്. അപ്പം ഇപ്പോഴാണ് ഞാനൊരു വോയിസ് കേട്ടെ ഈ ഷെഫീന തെർസ്താത്തയുടെ. ഞാൻ ആ ഡയറക്ടറിന്റെ, അതായത് ഇപ്പൊ പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ, ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലും ഞാൻ കട്ടെടുത്തിട്ടില്ല. എനിക്ക് ഒരുപാട് ഇതിനകത്തോട്ടൊന്നും എനിക്ക് വിശ്വാസമില്ല. കാര്യം ഇത്രയും ഭയങ്കര രീതിയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഇവരിതൊക്കെ അടിച്ചുകൊണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അങ്ങനെ അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയത്തില്ലേ, അവർക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാകാൻ പോകുന്നതെന്ന്. അപ്പം ഇത് വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. രേണു ചെയ്തേക്കുന്ന തെറ്റുകൾ എന്താണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സാധനത്തിനകത്ത് മൊത്തം കണ്ടതാണ്. ഇപ്പോൾ രേണു അതിൻ്റെ ഇടയിൽ കൂടെ മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. കോടീശ്വരിമാരായിട്ടുള്ള പണക്കാരികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉള്ള ആളായിരുന്നു ഞാൻ പണ്ടും. അവരുടെ വീട്ടിലും പോകുമ്പോൾ അവരെന്നോട് വിശ്വസിച്ച് കയറ്റാൻ പറ്റുന്ന ഒരാൾ രേണുവാന്നാണ് പണ്ടും എന്നോട് പറഞ്ഞത്. ആരുടെ ഒരു സോഡാ കുപ്പിയോ ഒരു മുട്ടായി കവർ പോലും ഞാൻ ആരുടെ അടിച്ചു മാറ്റില്ല. ഇവർ ഈ പറയുന്ന ആഭരണം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അഭിനയിക്കാൻ ഞാൻ ഓർണമെന്റ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞത് ഈ മോഡേൺ ഡ്രസ്സിന് വേണ്ടുന്ന ഓർണമെന്റ്സ്, അതായത് ഈ നമ്മള് ഫാൻസി ഷോപ്പിൽ കിട്ടത്തില്ല 45, 20, 30 രൂപയുടെ ഒക്കെ കമ്മലുകളില്ലേ, അത് അവരെടുത്ത് 2-3 കമ്മലെടുത്ത് എന്റെ കൈ തന്നിട്ട് പറഞ്ഞു ഇത് ഇടോ രേണുന്ന് പറഞ്ഞു. അത് എന്റെ ബാഗിനകത്തായിപ്പോയി. എന്റെ വില കൂടിയ 4-5 ഷൂസും ചെരുപ്പും എല്ലാം അവിടെ ആയിപ്പോയി. അവരുടെ എന്തായാലും ഒരു കാര്യം പറയാം, ഇവരുടെ ഭാഗത്ത് ഇതിനൊക്കെ രേണു പറഞ്ഞേക്കുന്ന സാധനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ രേണു ഒന്നും പറയാനില്ല, രേണു തന്നെ നാണം കടത്തേ ഉള്ളൂ. രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് സകലമായ ആൾക്കാർ വീഡിയോ ചെയ്യും. ഈ പറയുന്ന അഭിപ്രായമൊന്നും ആയിരിക്കത്തില്ല ഞാൻ ഉൾപ്പെടെ വന്നിരുന്ന് പറയാൻ പോകുന്നത്. എനിക്കിത് കേട്ടിട്ട് എനിക്ക് ബേസിക്കലി തോന്നുന്നത് ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായ? അതിൻ്റെ ഉത്തരവാദി രേണു തന്നെയാണ്. അപ്പം ഇതിന് ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെപ്പാടെ വാട്സാപ്പിലുള്ള കുറച്ച് ചാറ്റും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കാശ് പോയത് പോയി, ഇനി ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രേണുവിനെ പറ്റി വളരെ സീരിയസ് അലിഗേഷൻസ് ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. പുറത്ത് പോയി പിറ്റായിട്ടാണ് കയറി വന്നത്, വെള്ളം അടിച്ച സ്മെല്ലൊന്നും തോന്നുന്നില്ല, വേറെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.